വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാ ഞാൻ ഗോകുലിന്റെ സഹായം ചോദിച്ചത്. അയ്യോ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നല്ലോ. അങ്ങനെ പറയല്ലേ ഗോകുൽ, പ്ലീസ്. ഒരു കാര്യം ചെയ്യാം, സമൃദ്ധയും കൂടെ കൂട്ടിക്കോ. നിങ്ങള് രണ്ടുപേരും കൂടി ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ഒരുപാട് നാളായി കാണില്ലേ? നാളെ പ്രശ്നം വെച്ച് നോക്കുമ്പോ അവളും മരിച്ചു പോയെന്ന കാണുന്നെങ്കിൽ അവക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ സ്നേഹവും സ്വാർത്ഥതയും കാരണം അവളുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ പോകരുത്. അമ്മ ഇത് എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? അമ്മ പറയുന്നതിലും കാര്യമുണ്ട് ഏട്ടാ. ഇനിയെങ്കിലും അന്തമില്ലാത്ത ഈ കാത്തിരിപ്പ് സച്ചേട്ടൻ അവസാനിപ്പിക്കണം. അർച്ചന എടുത്തിയ ഓർത്ത് ഇഞ്ചിഞ്ചായി നീറി സ്വന്തം ജീവിതം കളയരുത്. മോനെ, അച്ഛൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നേ നിന്നെ അന്വേഷിച്ച് വരുമായിരുന്നു. ബാക്കിയുള്ള ജീവിതം ഏട്ടൻ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കണമെന്നല്ലേ ഏട്ടത്തിയുടെ ആത്മാവ് പോലും ആഗ്രഹിക്കുക. മതിയൊന്ന് നിർത്ത്. എല്ലാരും കൂടി അവളിങ്ങനെ കൊല്ലല്ലേ? ഒരാള് ജീവനോടുണ്ടോ ഇല്ലയോന്നത് കവടി നിർത്തിയാണ് ഉറപ്പിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ജോത്സ്യം വന്ന് പ്രശ്നം വെച്ചാ അറിയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പിന്നെ ആൾക്കാരെ കാണാതാവുമ്പോ പോലീസിൽ പരാതി കൊടുക്കുകയും ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. സച്ചേട്ടൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓരോ ലോജിക്കുണ്ട്. ഒരു മകള് നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ മനസ്സൊരുക്കുന്നത് സച്ചേട്ടൻ എന്താ കാണാത്തെ? ഞങ്ങൾക്ക് ആർക്കും അർച്ചനടുത്തോടെ സ്നേഹമുള്ളതുകൊണ്ടാണെന്ന് സച്ചേട്ടന് തോന്നുന്നുണ്ടോ? എത്ര നാളെന്ന് വെച്ചാ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ തിരിച്ചു വരുവോ എന്നൊന്നും അറിയാതെ ഇങ്ങനെ. എന്റെ അർച്ചനയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവള് തിരിച്ചു വരും, എനിക്ക് ഉറപ്പാത്. ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം എനിക്ക് ആ ഉറപ്പുണ്ട്. അവക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്നെ ഞാനും മരിച്ചേനെ. എനിക്കറിയണം എന്റെ മോളെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന്. അഥവാ ഇല്ലെന്നാണെങ്കിൽ കർമ്മങ്ങളെല്ലാം മുടക്കം കൂടാതെ ചെയ്യണം. എന്റെ മോളുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയരുത്. അമ്മേ, ഇതുകൂടി കഴിക്കൂ ഗോകുൽ. വേണ്ടടോ, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞോ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, കഴിച്ചേ പറ്റൂ. സമൃദ്ധ കൊടുത്തതുകൊണ്ട് ഇവൻ കഴിക്കും. ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ ഒരെണ്ണം കൂടി വേണോന്ന് ചോദിച്ചാ മതി, അപ്പൊ ചാടിക്കടിക്കാൻ വരും. ഭാര്യമാരെ സ്നേഹത്തോടെ ആഹാരം വിളമ്പിക്കൊടുത്താലേ ഏത് ഭർത്താവും കഴിക്കും, അല്ലാതെ നിന്നെ പോലല്ല. ഞാൻ എന്റെ ഭർത്താവിനെ ആവശ്യത്തിന് വിളമ്പി കൊടുക്കുന്നുണ്ട്. എടി, രാജീവ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇതുവരെ നീ അവന് നിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, മര്യാദയ്ക്ക് അവന്റെ അടുത്തിരുന്ന് ഒന്ന് നോക്കിയിട്ടുണ്ടോ നീ? രാജീവിന്റെ കാര്യത്തിൽ ഇവിടെ ഒരു മുടക്കവും ഇല്ലല്ലോ. സമൃദ്ധ എല്ലാം നോക്കിയും കണ്ട് ചെയ്യുന്നോണ്ട് മാത്രം, അല്ലാതെ നീയൊന്നും ചെയ്തിട്ടല്ല. ഹലോ അവന്തിക. ഗുഡ് മോർണിംഗ് ഗോകുൽ. ഞാനൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാ. പറയൂ, ഞാൻ എന്ത് ഹെൽപ്പാ ചെയ്യണ്ടേ? എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ചെയ്തു തരും. കാര്യം എന്താന്ന് കേട്ട് കഴിയുമ്പോ ഗോകുൽ നോന്ന് പറയരുത്. അത് കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റൂ. എന്തായാലും ഈ കാര്യത്തിൽ ഗോകുൽ എന്നെ സഹായിക്കണം. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. എന്താ പ്രോബ്ലം ഒന്ന് പറ. എനിക്കൊരു ഒഫീഷ്യൽ കാര്യത്തിന് പൊന്മുടി വരെ പോകേണ്ടതുണ്ടായിരുന്നു. അവിടുത്തെ എന്റെ എസ്റ്റേറ്റിലെ ഒരു നിയമപ്രശ്നം പരിഹരിക്കാനാ. ഒഫീഷ്യലായിട്ട് ഗോകുലിനെ സഹായിക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ അൺഒഫീഷ്യലായിട്ട് ആസ് എ ലോയർ ഗോകുൽ കൂടി എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സഹായമാകുമായിരുന്നു.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാ ഞാൻ ഗോകുലിന്റെ സഹായം ചോദിച്ചത്. അയ്യോ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നല്ലോ. അങ്ങനെ പറയല്ലേ ഗോകുൽ, പ്ലീസ്. ഒരു കാര്യം ചെയ്യാം, സമൃദ്ധയും കൂടെ കൂട്ടിക്കോ. നിങ്ങള് രണ്ടുപേരും കൂടി ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ഒരുപാട് നാളായി കാണില്ലേ? ട്രിപ്പ് അങ്ങനെ അധികമൊന്നും പോയിട്ടില്ല. എങ്കിൽ പിന്നെ ഇതൊരു ഫാമിലി ട്രിപ്പ് ആയിക്കോട്ടെ. സമൃദ്ധയും അമ്മയും കൂട്ടിക്കോ. അയ്യോ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. തിരക്കുകളില്ലാത്തത് ആർക്കാ ഗൂഗിൾ? ഈ കോടതിയും തിരക്കുകളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോകാൻ പറ്റുമോ? ഇതുപോലുള്ള ഓരോ അവസരങ്ങളാണ് ഫാമിലിക്ക് സന്തോഷം നൽകുന്നത്. ദേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, വിത്ത് ഫാമിലി ഇതൊരു നല്ല ട്രിപ്പായിരിക്കും. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ. അവന്തികയെ വിളിച്ചത്, ഒരു ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോ അവന്തിക കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കട്ടെ എന്നാ പറഞ്ഞേ. അല്ല, എന്താ എന്റെ അഭിപ്രായം? ആദ്യം ഭക്ഷണം കഴിക്കുക, അഭിപ്രായമൊക്കെ അത് കഴിഞ്ഞ് പറയാം. വയറ് നിറഞ്ഞല്ലോ, മതി. കഴിക്കൂ. മതി മതി. അതെ, നല്ല ട്രിപ്പാണെങ്കിൽ ഞാനും വരാം. അതെങ്ങനെ പറ്റാ? ചേച്ചിക്ക് രാജീവിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിന്റെ ഇടയ്ക്ക് ട്രിപ്പ് പോകാൻ എവിടെയാ സമയം? ഈ ട്രിപ്പിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഓ, ട്രിപ്പിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന്. മാഡം പറഞ്ഞ അതേ ഡിസൈൻ തന്നെയല്ലേ? അതെ, ഒരു മാറ്റവും ഇല്ല. പണ്ട് അർച്ചനയുടെ കഴുത്തി കെട്ടാൻ സച്ചിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച അതേ താലി. ഈ താലി നാളെ ഗോകുൽ അർച്ചനയുടെ കഴുത്തി കെട്ടും. അല്ല, അവരറിയാതെ ഇതെങ്ങനെ ചെയ്യും? അതിനുള്ള പ്ലാനൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഈ താലി അവളുടെ കഴുത്തിൽ ഒരു ഊരാ കുടുക്കായി കിടക്കും. ഹോട്ടലിൽ ഞാൻ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കാര്യങ്ങളോ? അവിടെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. അവിടെ എനിക്കൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടെന്നാ ഞാൻ ഗോകുലിനോട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ താലി കെട്ടുന്ന കാര്യമൊന്നും അറിയില്ല. അല്ല, അവിടെ ചെല്ലുമ്പോ അവർ സമ്മതിച്ചില്ലെങ്കിലോ? മുൻകൂട്ടി പറയുന്നതല്ലേ നല്ലത്. ഇതുപോലൊരു ചടങ്ങിനാണ് പോകുന്നതെന്ന് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോക്ക് തന്നെ ക്യാൻസലാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഗോകുലിനോട് ഞാൻ കാര്യങ്ങൾ പറയും. അതാ നല്ലത്.